നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഒരു 2 ആഴ്ച മുമ്പേ കേരള സ്റ്റേറ്റ് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓർഗനൈസ് ചെയ്ത ഒരു പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ, അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം, ചേർത്തലയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ പങ്കെടുത്തു. മെഡലൊന്നും ജയിച്ചില്ല. പക്ഷേ എനിക്ക് ലൈക്ക് നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ കുറേ ഡോക്ടേഴ്സ് വളരെ സീരിയസ് ആയിട്ട് ജിം ചെയ്യുന്നുണ്ട്, വളരെ സിൻസിയറായിട്ട് അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, പൊതുവേ ആൾക്കാർ ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ 1000 എക്സ്ക്യൂസസ് ആണ് മനസ്സിൽ വരുന്നത്. അങ്ങനത്തെ ഒരു ബോഡി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ബോഡി ബിൽഡിങ്ങിന് താല്പര്യമില്ല, മസിലൊക്കെ കൂടിപ്പോയാൽ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ, യുനോ ഈ തമാശയ്ക്ക് നമ്മൾ പറയുമല്ലോ മുതുകു ചൊറിയാൻ തന്നെ ഒരാളെ വിളിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ. സോ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്രയ്ക്ക് മസ്കുലർ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു ലെവൽ വരെ കൊണ്ടുപോകുന്നത് എന്തായാലും നല്ലതാണ്. അതങ്ങനെ ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും വർക്കൗട്ട് എന്തായാലും ചെയ്യണം, ഉള്ള മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മസിലിൻ്റെ സൈസും സ്ട്രെങ്ത്തും അതിൻ്റെ കൂട്ടത്തിൽ ബോണിൻ്റെ സ്ട്രെങ്ത്തും കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഒരു ഏജ് കഴിയുമ്പോൾ നാച്ചുറലി ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഡെൻസിറ്റി, മസിൽസിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഡിറ്ററിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിലുള്ള അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പിന്നെ അത് മെയിൻറ്റെയിൻ ആയിക്കോളും. സോ ഇതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്കുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, BP, പിന്നെ ഡയബറ്റീസ്, ഇങ്ങനത്തെ കുറേ ഡിസീസസ് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ജോയിൻസിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ എന്താ പറയുക ഓസ്റ്റിയോപൊറോസിസ്, ഈ എല്ലിൻ്റെ ബലം കുറവ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഏജിങ് പ്രോസസ്സ് നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. സോ ആൾക്കാർ ആ ഒരു ഫ്യൂച്ചർ, അതായത് നമ്മളൊരു 65-70 വയസ്സിൽ കുറച്ചുകൂടെ ഫിറ്റായിട്ട് കുറച്ചുകൂടെ നമ്മൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ അത് മനസ്സിലാക്കാണ്ട് ഇപ്പോഴത്തെ ടൈം, ഇപ്പോഴത്തെ എന്താ പറയുക നമുക്ക് ഇടേണ്ട എഫേർട്ടൊന്നും ഇടാതെ ഇപ്പോഴത്തെ ഒരു ഈസി ലൈഫ് ഫോളോ ചെയ്തിങ്ങനെ പോവുകയാണ്. അതാണ് മോസ്റ്റ്ലി നടക്കുന്നത്. സോ അങ്ങനെ വിചാരിക്കാതെ എല്ലാവരും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇറ്റ് വുഡ് ബി ബെറ്റർ.